உன் பேர் என்ன? என் பேர் வினோத். உன் பேர் என்ன? ദിവ്യ. ഈത്ത പറയുന്നു. കോളേജിക്ക് പുതുസാ? ഇല്ല, ഞാൻ കോളേജിൽ വെച്ച് പൂസാവൂല. വൈകുന്നേരം വീട്ടിൽ പോയി 6 മണിക്ക് തട്ട് അച്ഛനും ഒറ്റ അടിച്ച് പൂസാവും. എന്റെ കണ്ണുണ്ടെങ്കിൽ പൂസായിട്ട് തോന്നുന്നു. പിടിച്ചിരിക്കാ? ഞാൻ പിടിച്ചല്ലേ ഉള്ളു, ഇറുക്കിയില്ലല്ലോ. അടയും കപ്പ. അടയും കപ്പയും. അടയും കപ്പ അതൊരു കോമ്പിനേഷൻ ഇല്ല. അലുവയും മീൻചാറും പോലെ അടയും കപ്പയും. കടവുളെ എത്ര രൂപ കടവുള്ളതാണ്? എനിക്ക് വേണ്ടി 1500 രൂപ കടം. എത്ര രൂപ കടം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തരാം. എത്ര രൂപ കടമുള്ള? കടമല്ല, കടവുളെ ദൈവമേ. அப்படியா? நீங்க சொல்லுங்க சொல்லுங்க. அதுக்கே இதுக்கே முதுக்கே பர முதுக்கே. இன்னைக்கு வேலண்டைன்ஸ் டே தெரியுமா? இந்த வேலண்டைன்ஸ் டேக்கு உனக்கு நான் ஒரு gift கொண்டு வந்திருக்கேன். அப்படியா? இந்த gift நீங்க வீட்டுக்கு போய் அந்த அப்பாவும் அம்மாவும் நீங்க ராவில ஏர்லி மார்னிங் தொட்டு ராத்திரி 12 மணி வரை வச்சு பாக்குங்க. அப்படியா? உங்களுக்கு நல்லா இருக்கும். அப்படியா? அப்படி ஆமாங்கற. அது தான் இந்த பேக்ல நான் வச்சிருக்கேன். அப்படியா? இந்த பிரமாதமான gift நான் யாருக்குமே கொடுக்க கூடாது. அப்படியா? நான் யாருக்குமே கொடுக்கல. அப்படி ஆமாங்கற அப்பா. ஓகே, ராவில ஏர்லி மார்னிங்ல பார்க்கணும் இது. நீங்க வச்சு பாருங்க. கடவுளே! அட பாவி, இந்த போட்டோ எனக்கு யாரை போல காணிக்கப்பட்டலைங்க. என்ன என்னுடைய மதுரை 17க்கு எடுத்த போட்டோ. இந்த போட்டோ എനിക്ക് யாரையும் കാണിക്ക முடியாது. ആ പൗരുഷം കണ്ടോ, ആ നോട്ടം കണ്ടോ? കൊള്ളാം, എനിക്കിഷ്ടായി. ഈ ഫോട്ടോ കണ്ട ആർക്കാണെങ്കിലും ഒന്ന് പ്രേമിക്കാൻ തോന്നും. ശരിയാണോ? ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ചുമ്മാതെ പ്രേമിക്കുകയല്ല, കാലേ വാരി ഒന്ന് പ്രേമിക്കാൻ തോന്നും. അത് മാത്രമല്ല, കൊപ്ര ഉണക്കുന്നിടത്ത് കൊണ്ട് വെക്കാമെങ്കിൽ കാക്കയുടെ ശല്യം ഉണ്ടാവില്ല. ഇത് എത്ര വർഷം മുമ്പത്തെ ഫോട്ടോ? ഇത് 97. 97. ഇനി 91 ഇറങ്ങാനുണ്ട്. സത്യമായിട്ട് അറിയില്ല ഈ ഫോട്ടോ അതിനകത്തുണ്ടായിരുന്നത്. ഇല്ല, ഇതെടുത്ത സ്റ്റുഡിയോ പോയി ഇതിന്റെ കോപ്പി മുഴുവൻ നശിപ്പിച്ചു പുള്ളി. കോമഡി ഷോ ആയതുകൊണ്ട് ഞങ്ങൾ നീതി പുലർത്തിയതാണ്. കാരണം നിങ്ങൾ മുഴുകിയിരിക്കായിരുന്നല്ലോ. ഇത് കോമഡി ഷോ ആണ്, സ്റ്റാർ മാജിക്. സിൻസിയർ ആയിട്ട് പറയണം. ഒരു ചെറിയൊരു അസൂയ, ചെറിയൊരു കുശുമ്പ്, അങ്ങനെ എന്തെങ്കിലും വരുമോ? സിൻസിയർ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ചെറിയൊരു അസൂയ ഉറപ്പായിട്ടും ഉണ്ടാവും. അസൂയ എന്നല്ല പറയുന്നത്, സംശയം. ഒരിക്കലും അല്ല. ഞാന് വിശ്വസിച്ച് ചാടിപ്പോയി, അതാ ഞാൻ ചെയ്ത തെറ്റ്. അന്യ പുരുഷന്മാരെ വിശ്വസിക്കരുതെന്ന് നമുക്കിപ്പോ മനസ്സിലായില്ലേ? സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കാവോ? ഞാൻ എപ്പോഴും രാവിലെ 3:30 മണിക്ക് എണീക്കുന്നു. എന്നിട്ട് 3:30 മണിക്കോ? അപ്പൊ എത്ര മണിക്ക് രാത്രി ഉറങ്ങും? ഞാൻ 9 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഉറങ്ങിയിരിക്കും. ചേച്ചി 3:30 എഴുന്നേൽക്കുമ്പോ തങ്കച്ചനൊക്കെ മോഷണം കഴിഞ്ഞിട്ട് വന്ന സമയം അത്. ഇന്നും ഇവിടെ യോഗ മാറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ അതെന്താ ചേച്ചി ഇവിടെ വന്നിട്ട് യോഗ മാറ്റണേ? യോഗ സാധാരണ യോഗ മാറ്റിലാണ്, അല്ലാണ്ട് ആരുടെയും തലയിൽ കയറിയല്ല. അങ്ങനെ ഇത് യോഗയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് തങ്കച്ചൻ ഈ വിഗ്രഹമൊക്കെ ആയിട്ട്. ജാക്ക്, റാസ്, ജാക്ക്, റോസ്, ട്രാക്ക്, ക്രാക്ക്, ജാക്ക്. ഇത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇവിടത്തെ അവസാനിക്കത്തേ ഉള്ളൂ. മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു. I love you, Jack. I love you, Ross. I love you, Jack. I love you, baby. അത് ഞങ്ങൾ കേട്ടു. ഇനി ബാക്കിയുള്ളത് പറ. You എന്നെ തേച്ചിട്ട് പോ, Jack. ഇംഗ്ലീഷ് ഒരിക്കലും തേച്ചിട്ട് പോകില്ല. Okay, you like തുപ്പൽ very much. I like തുപ്പിക്കളി. ഞങ്ങൾ തുപ്പിയാ മതിയോ? I very like പടം പരപ്പ്. Paper and pen ready. Are you come on by? You go and പടം വര. No. പടം വര is my hobby. Your ഉദ്ദേശം മനസ്സിലായടാ ജാക്കേ. നീ പോയി പടം വര, ഞാൻ അതിൽ തുപ്പി കളിക്കാം. Rose. ജാക്കേ. Rose. നന്നായിട്ടുണ്ട്, അടിപൊളി കേട്ടോ.